ചെറിയ പനിയുണ്ട്. അപ്പൊ ഇത് മഞ്ഞപ്പിത്തത്തിന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. മഞ്ഞപ്പിത്തമാണെന്നുള്ള സംശയം മാത്രമല്ലേ ഉള്ളൂ? ചെറിയൊരു പനിയുണ്ട്. അപ്പൊ ചെറിയ പനി വന്നുകൊണ്ട് മഞ്ഞപ്പിത്തം ആവണമെന്നൊന്നുമില്ല. ജലദോഷത്തോടെ അല്ലാത്ത പനി മാത്രമേ. ഈ ഹോസ്പിറ്റലിൽ പോകണം എന്ന് വിചാരിച്ചു. ഇന്നലെ ചെന്നപ്പോ ഭയങ്കര തിരക്കായിരുന്നു. അത് എന്ന് വെച്ചാൽ സാധാരണ ഒരു പനി മാത്രമാണെങ്കിൽ, ജലദോഷമുള്ള പനിയാണെങ്കിൽ 3 ദിവസമൊന്നും ഒരിടത്തും പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. അതല്ല, പനി ശക്തിയുള്ള പനിയും മേലുവേദനയും ജലദോഷം ഇല്ല എങ്കിൽ ചെറിയൊരു സാധ്യതയുണ്ട് അത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആവാനുള്ളത്. പക്ഷേ അതേ ലക്ഷണം തന്നെയാണ് ഡെങ്കി ഫീവറിനൊക്കെ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും കുറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ശക്തിയായ മേലുവേദനയുണ്ട്, ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, മൂത്രത്തിന് മഞ്ഞാറൊക്കെ ഉണ്ടെങ്കിൽ സംശയിക്കണം. അപ്പോൾ ഡോക്ടറെ കാണിക്കുക. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മേടിച്ച് കഴിക്കരുത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ ഒരുപാട് എങ്ങനെയൊക്കെ ഈ രോഗം വരാനുള്ള പടരാനുള്ള സാധ്യതയൊക്കെ പറഞ്ഞു. ഭക്ഷണത്തിൽ നിന്നാണ് കൂടുതലായിട്ടും ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട് അല്ലെങ്കിൽ അത് പടരുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. അതെങ്ങനെയാണ് കൂടുതലായിട്ട് സംഭവിക്കുന്നത് സർ? അതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരാൾക്ക് ഈ അണുക്കൾ ഉള്ളിൽ കടന്ന ഒരാൾ, അയാൾക്ക് മഞ്ഞപ്പിത്തം വരണതിന് മുമ്പ് തന്നെ ആ അണുക്കളെ മലത്തിലൂടെ വിസർജിക്കുന്നുണ്ട്. മഞ്ഞപ്പിത്തം വന്നാലും കുറച്ച് നാളത്തേക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ മലത്തിലൂടെ അണുക്കളെ വിസർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മലവിസർജനത്തിന് ശേഷം കൈ സോപ്പിട്ട് കഴുകാതെ ആ കൈ കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ എടുത്തു കൊടുക്കുക, പ്ലേറ്റ് എടുത്തു കൊടുക്കുക, ഭക്ഷണ സാധനങ്ങൾ പച്ചക്കറികളും മറ്റൊക്കെ എടുത്ത് വയ്ക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലപ്പോൾ പച്ചക്കറികൾ നമ്മൾ വേവിക്കാണ്ടും ചൂടാക്കാണ്ടും കഴിക്കുമ്പോൾ അതിനകത്ത് അണുബാധ കിട്ടാം. വെള്ളത്തിലെത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ, വെള്ളത്തിൽ മിക്കവാറും എത്തുന്നത് സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിലുള്ള ദൂരം വ്യത്യാസം അറിയും. പിന്നെ അല്ലെങ്കിൽ ഓപ്പൺ ഡിഫിക്കേഷൻ, പൊതുസ്ഥലത്ത് മലവിസർജനം നടത്തുന്നതുകൊണ്ട് അതും വെള്ളത്തിലെത്താം. എങ്ങനെയായാലും വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഇല്ലാതാവുമ്പോഴാണ് ഈ അണുക്കൾ വെള്ളത്തിലും ഭക്ഷണത്തിലും എത്തുന്നത്. അപ്പോൾ അതിനുള്ള വഴികളാണ് നമ്മൾ എത്തിക്കേണ്ടത്. അപ്പോൾ വെള്ളം ശുദ്ധമായ വെള്ളം, കുടിവെള്ളം ലഭ്യമാക്കുക, വ്യക്തി ശുചിത്വം നടപ്പാക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുക, അവരെ അവബോധം ഉണ്ടാക്കണം, അവരെ പ്രാവർത്തികമാക്കണം. അങ്ങനെ വ്യക്തി ശുചിത്വം നന്നാക്കിക്കൊണ്ടും പരിസര ശുചിത്വം നന്നാക്കിക്കൊണ്ടും ശുദ്ധമായ കുടിവെള്ളം ടാപ്പിലൂടെ ലഭ്യമാക്കിക്കൊണ്ട് മാത്രമേ ഈ അസുഖത്തിനെ ശരിക്കും തടയാൻ പറ്റുള്ളൂ. ഈ ഹെപ്പറ്റൈറ്റിസ് എ നമുക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അത് ഒരു സിവിയർ ആകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമോ? അതെ, അതുണ്ട്. അതെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമൊന്നുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ കടന്നാൽ ചിലപ്പോൾ ലക്ഷണം പോലും ഉണ്ടാവണമെന്നില്ല. ഒരു ലക്ഷണം ഇല്ലാണ്ട് തന്നെ അവർ റിക്കവർ ചെയ്യും, ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റിയും കിട്ടും. അങ്ങനെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ നമ്മളെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് അവിടെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യം. നല്ല സമീകൃത ആഹാരം കഴിക്കുക, തടി കൂടാണ്ട് നോക്കുക, മദ്യപിക്കാതിരിക്കുക, പുകവലിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കടന്നാൽ പോലും നമുക്ക് അസുഖം വരാതെ രക്ഷപ്പെടാൻ പറ്റും. അതേസമയത്ത് ഈ അണുക്കൾ കടക്കുന്ന ഒരാളുടെ ശരീരം തടിച്ച ഒരാളാണെങ്കിൽ അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും, അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ വേറെ മുൻപേ തന്നെ ലിവർ ഡിസീസ് ഉണ്ടാവും. പല കാരണങ്ങളെ കൊണ്ട് ലിവർ ഡിസീസ്, ഓട്ടോ ഇമ്മ്യൂൺ എന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങളെ കൊണ്ട് ലിവർ ഡിസീസ് മുൻപേ തന്നെ ഉള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർ ഒരാളുടെ ശരീരത്തിൽ ഇത് കടന്നു കഴിഞ്ഞാൽ രോഗം മൂർച്ഛിക്കും, സിവിയറായിട്ട് വരാം.